ചെയ്തതല്ലേ ഭയങ്കരമായിട്ട് ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങളല്ല ഓരോ കഥാപാത്രങ്ങൾ. ഹൃദയത്തിനോട് ചേർത്ത് വയ്ക്കുന്ന നല്ല പുസ്തകങ്ങൾ, നല്ല കൂട്ടുകാർ, നല്ല സുഹൃത്തുക്കൾ ഒക്കെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണ്. വയ്യാതായപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ കൈവിട്ടു പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ അതായിരുന്നു എൻ്റെ ഏറ്റവും വലുത്. ഇപ്പോഴും അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ചില നിമിഷങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അച്ഛനുമായിട്ടുള്ള ഓർമ്മകളിലൊക്കെ നമ്മൾ ഓർമ്മിക്കാൻ സൂക്ഷിക്കും. ഒരുപാട് സുഹൃത്തുക്കളെ കീപ്പ് ചെയ്യുന്ന ഒരാളാണോ? ഒരുപാടല്ല, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് ഈ നമ്മുടെ 10 പേരിലെണ്ണാവുന്ന വളരെ ഇൻറ്റിമേറ്റ് ഉള്ള കുറച്ച് സുഹൃത്തുക്കൾ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വയ്യാതായി വീണ് പോകുമ്പോൾ അത് അവരുടെ കുറ്റമല്ല കേട്ടോ. നമ്മൾ വയ്യാതായി വീണ് പോകുമ്പോൾ ഡെയിലി ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് രസമായിട്ട് നിങ്ങളുടെ ഭാഷ പറഞ്ഞ ഫണ്ണൊക്കെ എന്താണ് നമ്മൾ എല്ലാം ചെയ്യുമായിരുന്നു. അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അവരെല്ലാം അത് കണ്ടിന്യൂ ചെയ്യുന്നവരാണ് വീണ്ടും. അപ്പോൾ അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റിക്കാത്തതുകൊണ്ട് അവർ മാറി പോയതാണ്. അയാൾക്ക് സുഖമല്ല, അയാൾ ഇഞ്ഞ് വിളിക്കുന്നത് ശരിയല്ലല്ലോ എന്ന്. പക്ഷെ അത് നമ്മുടെ ഉള്ളിലെവിടെയോ ഒരു നൊമ്പരം ഉണ്ടാവുന്നു. എപ്പോഴും ഞാൻ ആശ്വസിക്കുന്ന എപ്പോഴും കണ്ണിൻ്റെ കാഴ്ച എപ്പോൾ വേണം നഷ്ടപ്പെടാം. ഇത് വലുതായിട്ട് കാഴ്ചയുടെ നെർവിലേക്കാണ് തട്ടി വരുന്നത് ഈ സിസ്റ്റം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോഴും സാർ ഇങ്ങനെ കുറച്ച് വലുതായിട്ടുണ്ട്, അപ്പോൾ വേണോ കാഴ്ച മങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടി വരിക, കണ്ണ് കെട്ടുക, പെട്ടെന്ന് ഓടി വരിക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിഷമിക്കുമ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ 10, 12, 18 വയസ്സ് ശ്രീചിത്രയിലാണ് ഇതിൻ്റെ ഇത് കാണിക്കുന്നത്. ഞാൻ എന്നെക്കാളും കുഞ്ഞു കുട്ടികൾ അല്ലെങ്കിൽ നല്ല മിടുക്കന്മാർ എന്നെക്കാളും വയ്യാതെ വലിഞ്ഞു വീഴഞ്ഞ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. നമുക്കൊരു 5 നില വീടുള്ളവനെ കാണുമ്പോഴത്തേക്ക് അസൂയ വന്നരുത്. നമ്മൾ ഒരു മാടക്കുടിയിൽ കിടക്കുന്ന ഒരാളിനെ നോക്കണം. അതിനേക്കാളും ബെറ്ററല്ലേ നമ്മൾ ഈ 5 അങ്ങനെ വീട് വയ്ക്കണം, അങ്ങനെ വേണം നമ്മൾ. അതാണ് അവനിക്ക് ബെൻസില്ലല്ലോ, പക്ഷേ എനിക്കൊരു കാറില്ലേ, അതില്ലാത്തവനില്ലേ, അത്ര ആലോചിച്ചാൽ മതി. നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കവിത രണ്ടുപേരും ചൊല്ലാം. മൃത്യു പതുക്കെ ജീവാണുക്കൾ കൊത്തി വിഴുങ്ങും ശിരോമണ്ഡലങ്ങളിൽ അപ്പോഴും രാവണന് ഉള്ളിലൊരന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. സ്വയം ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ലൈഫിൽ, മോട്ടോ ഒക്കെ പോലെ? എന്തുപോലെ? അതായത് ഇപ്പോൾ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു സാധനം കീപ്പ് ചെയ്യണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനെയാണ് ഉദ്ദേശം. അതുണ്ട്. എനിക്ക് എൻ്റെ ഒരു വ്യക്തിത്വമുണ്ട്, അത് ഞാൻ കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പലയിടങ്ങളിലും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാറുണ്ട്. അത് പറയുമ്പോൾ അതങ്ങനെയല്ല, അങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഞാനിങ്ങനെ പറ്റുള്ളൂ, ഞാൻ അങ്ങനെ തെറ്റ് ചെയ്യില്ല, ഞാൻ അവരോട് അങ്ങനെ മോശമായിട്ട്. എനിക്ക് എൻ്റെ പ്രൊഡക്ഷൻ ബോയ്സിനോടാണ് ഏറ്റവും ഇഷ്ടം. അവർ രാവിലെ ഒന്ന് 3 നേരം ജോലി ചെയ്ത് നമുക്ക് ഫുഡ് തന്നിട്ട് പോകുമ്പോൾ അവർക്ക് 750 രൂപ 800 രൂപയാണ് കിട്ടുന്നത്. ഇവിടെ ഒന്നും ചെയ്യാതെ 4000 5000 വാങ്ങിക്കുന്നവരോട് കാര്യം എനിക്ക് അവരോടുള്ളൂ ഇത്. അപ്പോൾ അങ്ങനെയല്ല, അവരോടൊന്നും അധികം മിണ്ടരുതെന്ന് പറഞ്ഞ കാലം ഉണ്ടായിരുന്നു പണ്ട്. ഞാൻ പറഞ്ഞാൽ അതിൽ പറ്റില്ല. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു വ്യക്തിത്വമുണ്ട്. അതിനെ ഞാൻ നിങ്ങൾ പറഞ്ഞ മോട്ടോയോ അങ്ങനെ സൂക്ഷിക്കും. അത് സൂക്ഷിക്കുക. ഇപ്പോൾ ഒരുപാട് സീരിയൽസ്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന ആ ഒരു അറിവില്ലായ്മ ഉണ്ടായിരുന്നു, ഭയമുണ്ടായിരുന്നില്ല. എനിക്ക് ഭയമുള്ള ഒരാളല്ല ഞാൻ. അറിവില്ലായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ക്യാമറ വെച്ച് ആക്ഷൻ പറയുമ്പോൾ ഇവിടെ നോക്കൂ അവിടെ നോക്കൂ എന്നൊക്കെ ഇവർ പറയുന്നത് എന്താണ്, ലെഫ്റ്റ് ലുക്കാണ് റൈറ്റ് ലുക്കാണെന്ന് പറയുന്നു, ലെഫ്റ്റ് ഔട്ട് പോകുമ്പോൾ റൈറ്റ് എൻട്രി വരാൻ പറയും. ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വേഷമല്ലാത്ത സമയങ്ങളിൽ ഞാൻ മോണിറ്ററിൽ പോയി ഇങ്ങനെ നോക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് ഒരു മിഡ് വയ്ക്കുന്നത്, അവിടെ നിന്നാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ ഇത് ക്ലോസ് എടുക്കുമ്പോൾ ക്യാമറ റൈറ്റ് സൈഡിലാണ് ഞാൻ, ലെഫ്റ്റ് സൈഡിലാണ് മറ്റേ ആൾ നിൽക്കുന്നതെങ്കിൽ എനിക്ക് ലെഫ്റ്റ് ലുക്കാണ് വരുന്നത്. ഞാൻ ആദ്യ ദിവസം തന്നെ പഠിച്ചു. ഈ ടെൻഷനോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പറ്റില്ലെങ്കിൽ ഞാൻ പോകും, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകും. അപ്പോൾ 4:15 വരെ ഞാൻ എന്നോട് പറഞ്ഞു, 4:15 വരെ നമ്മൾ നോക്കും, വന്നില്ലെങ്കിൽ നമുക്ക് പോടാം എന്ന് പറഞ്ഞിട്ട് താഴെ ഇരുന്നത്. ചെയ്തതല്ലേ ഭയങ്കരമായിട്ട് ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങളല്ല ഓരോ കഥാപാത്രങ്ങളാണ്. ഒരു കഥാപാത്രം ഹൃദയത്തോടൊന്നും ചേരാൻ പറ്റില്ല. ഉണ്ടാരോ പറയും പോലെ എനിക്ക് കർണൻ, എനിക്ക് മറ്റേ അഭിമന്യു എന്നൊക്കെ പറഞ്ഞ് പറയണമെന്നില്ല. ക്യാരക്ടേഴ്സാണ്. എന്നോട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യും. ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാറൊന്നുമില്ല. ഒരുപാട് കാശ് കിട്ടിയ ഒരുപാട് നീളം പോയ കഥാപാത്രങ്ങളല്ല. ആ സീരിയൽസിനോടൊക്കെ നമുക്ക് ഇഷ്ടമാണ്. കുറേ 1-2 വർഷമൊക്കെ ജീവിക്കാൻ പറ്റിയാൽ വേറെ ഒന്നിനു വേണ്ടി പോകണ്ടല്ലോ, അടുത്തതിന് വേണ്ടി കാത്തിരിക്കണ്ട. അതൊന്നും ഹൃദയത്തിനോടൊന്നും ചേർത്ത് വയ്ക്കാനെന്ന് ഞാൻ ആളല്ല. ഹൃദയത്തിനോട് ചേർത്ത് വയ്ക്കുന്ന നല്ല പുസ്തകങ്ങൾ, നല്ല കൂട്ടുകാർ, നല്ല സുഹൃത്തുക്കൾ ഒക്കെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണ്. വയ്യാതായപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ കൈവിട്ടു പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ അതായിരുന്നു എൻ്റെ ഏറ്റവും വലുത്. ഇപ്പോഴും അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ചില നിമിഷങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അച്ഛനുമായിട്ടുള്ള ഓർമ്മകളിലൊക്കെ നമ്മൾ ഓർമ്മിക്കാൻ സൂക്ഷിക്കാറുണ്ട്.
ഇപ്പം സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞപ്പോഴേ ഒരുപാട് സുഹൃത്തുക്കളെ കീപ്പ് ചെയ്യുന്ന ഒരാളാണോ? ഒരുപാടല്ല, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് സുഹൃത്ത് നമ്മുടെ 10 പേരിലെണ്ണാവുന്ന വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കൾ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വയ്യാതായി വീണ് പോകുമ്പോൾ അത് അവരുടെ കുറ്റമല്ല കേട്ടോ. നമ്മൾ വയ്യാതായി വീണ് പോകുമ്പോൾ ഡെയിലി ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് രസമായിട്ട് നിങ്ങളുടെ ഭാഷ പറഞ്ഞ ഫണ്ണൊക്കെ എന്താണ് നമ്മൾ എല്ലാം ചെയ്യുമായിരുന്നു. അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അവരെല്ലാം അത് കണ്ടിന്യൂ ചെയ്യുന്നവരാണ് വീണ്ടും. അപ്പോൾ അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് അവർ മാറി പോയതാണ്. അയാൾക്ക് സുഖമല്ല, അയാൾ ഇഞ്ഞ് വിളിക്കുന്നത് ശരിയല്ലല്ലോ എന്ന്. പക്ഷേ അത് നമ്മുടെ ഉള്ളിലെവിടെയോ ഒരു നൊമ്പരം ഉണ്ടാവും നമുക്ക്. അവരാരും കുറ്റം പറയേണ്ട കാര്യമല്ല, അങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു അവസ്ഥയാണ് നമ്മൾ കുറ്റം പറയേണ്ടത്. നമുക്കൊരവസ്ഥ വരുമ്പോൾ നമ്മളവിടേക്ക് മാറിപ്പോകണം. അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അങ്ങനെയാണോ അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ നിന്ന് പോകുന്ന ആളുകളെ അത്ര അങ്ങനെ ചിന്തിച്ചാൽ മതി. അല്ലോ അവനിങ്ങനെ പോയില്ലേ, എന്നെ കണ്ടപ്പോൾ അവൻ പോയില്ലേ എന്നൊന്നും ആലോചിച്ച് നമ്മൾ വിഷമിക്കുകയല്ലേ ഉള്ളൂ. ഒന്നുമല്ല, അതങ്ങനെയാണ്. നമ്മൾ ആ അവസ്ഥയെ തിരിച്ചറിയുക. ആ കണ്ടീഷൻ എന്താണ്, ആ കണ്ടീഷൻ ഈ കണ്ടീഷൻ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആയത് എന്നാലോചിച്ചാൽ മതി. അപ്പോൾ ഒരു വിഷമമില്ല, അവരോട് ദേഷ്യമില്ല. ഇങ്ങനെ ഓരോ അവസ്ഥകൾ വരുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ ആളുകളുടെ തനി സ്വഭാവം മനസ്സിലാക്കി. ചുമ്മാ ആൾക്കാർക്ക് എല്ലാവർക്കും തനി സ്വഭാവമേ ഉള്ളൂ, അല്ലാതെ വേറെ സ്വഭാവമൊന്നുമില്ല. വരണ്ടേ, എല്ലാവർക്കും അവരുടേതായ തനി സ്വഭാവമേ ഉള്ളൂ. അത് നേരത്തെ മനസ്സിലാക്കിയാൽ മതിയില്ലേ. നമ്മൾ എന്തിനാ ഇപ്പോൾ ആൾക്കാരുടെ തനി സ്വഭാവമൊക്കെ കാണാൻ പോണേ? ഇപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചു, എന്തെങ്കിലും നല്ല ചിരിച്ചിട്ട് നമ്മൾ തരുന്ന സമയത്ത് നിങ്ങളുടെ തനി സ്വഭാവം എന്താണെന്ന് ഞാൻ പോയി ചൂഴ്ന്ന എനിക്ക് തിരക്കാൻ പോകണം. എന്തിനാ നിങ്ങളെന്താ ചെയ്യട്ടെ, അത് എനിക്ക് എൻ്റെ ഒരു വിഷയമല്ലോ. അത് നിങ്ങളുടെ എല്ലാ കാര്യമല്ലേ, നിങ്ങളുടെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ തലയിടേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എന്നോട് എന്നെ പെരുമാറുന്നു, അതെനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഞാൻ ലീവ് ഇറ്റ്, ഞാനത് കളഞ്ഞിട്ട് പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആരാ ഇങ്ങനെ ഓരോ അവസ്ഥകളിൽ ഏറ്റവും ഭയങ്കര സപ്പോർട്ടായിട്ട്? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ടില്ല, സാമ്പത്തികമായിട്ടുള്ള ഒക്കെ ചെറിയൊരു നേരത്തെ ബില്ലെങ്കിലും എന്നെ അടച്ചിട്ടുള്ളത് എനിക്ക് ഒരു പക്ഷേ വളരെ നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന ചിലരുണ്ട്. ഒരു കയ്യിലെണ്ണാകുന്ന ഒരു കൈയുടെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരുണ്ട്. അവരൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടിരുന്നവരൊന്നുമല്ല. എനിക്ക് മുഖമറിയാത്ത ഒരാൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യത്തെ ബില്ല് എനിക്ക് പൈസ ഇല്ലായിരുന്നു ബില്ലടയ്ക്കാൻ. പുള്ളി ആ ബില്ലടച്ചിട്ട് പോയി. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്തവരായിരിക്കും നമ്മളെ ചില സമയത്ത് സഹായിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് തോളിൽ പറഞ്ഞൊരു 2 തട്ട് തരുന്നത്. ആ തട്ട് ഭയങ്കര സുഖമാണ്. ചില നേരത്ത് പോട്ടറ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സുഖം കിട്ടും. പ്രതീക്ഷിക്കുന്നവർ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അതിനോട് നമുക്ക് ദേഷ്യം വരരുത്. അയാളുടെ സിറ്റുവേഷൻ എന്താണ്, അയാൾക്ക് തട്ടാൻ പറ്റുന്നൊരവസ്ഥയിലല്ല അയാൾക്ക് അങ്ങനെ തോന്നിയില്ല. അവനങ്ങനെ തോന്നിയില്ലല്ലേ എന്ന് തോന്നിക്കുമ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത്, അയാളോട് ദേഷ്യം ഉണ്ടാകുന്നത്. അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ മതി എന്ന്, ആരോടും അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ മതി. നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നത്, എന്നോട് അങ്ങനെ ചെയ്തല്ലോ. അതുകൊണ്ടല്ലേ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ട്. അതുകൊണ്ടല്ലേ ഈ നാട്ടിൽ മതങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടല്ലേ ഈ നാട്ടിൽ വിഷയങ്ങളും തല്ലും ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ എൻ്റെ ഞാനാണ് എന്ന് മാത്രം അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ വലിയ സന്തോഷം. പക്ഷെ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വളരെ വലിയൊരു തോട്ട് പ്രോസസ്സ്. ഒരു തോട്ട് പ്രോസസ്സും വേണ്ട. നല്ല തല്ലിയിട്ടുമ്പോൾ മനസ്സിലാവുന്നവരുണ്ട്, ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നവരുണ്ട്. നമ്മൾ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കില്ല, ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നവരുണ്ട്. അവൻ പോലീസ് സ്റ്റേഷനിൽ കയറി ബഹളം ഉണ്ടാക്കും. അപ്പോൾ അവർ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അവിടെ. ഇതാണ് പോലീസ് സ്റ്റേഷൻ, ഇവിടെ ബഹളം ഉണ്ടാക്കി തല്ലിയിട്ടും. വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി എൻ്റെ അച്ഛനും അമ്മ എന്നെ ഒന്നും പറയില്ല, അടിക്കില്ല. അത്രേ ഉള്ളൂ. ആ തോട്ട് പ്രോസസ്സ് നമ്മൾ വീണ്ടും ഉപയോഗിച്ചാൽ മതി, നമ്മുടെ കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മതി. നമ്മൾ കിഷോർ എന്ന നടനെ കുറിച്ച് കുറേ സംസാരിച്ചല്ലോ. അച്ഛൻ എങ്ങനെയാണ്? കിഷോർ കൃഷ്ണകുമാർ അങ്ങനെയുള്ള ഒരു അച്ഛൻ എങ്ങനെയാണ്? ഞാൻ അച്ഛനാണോ എൻ്റെ അച്ഛനാണോ? ഞാനെന്ന അച്ഛൻ എല്ലാവരോടും ഭയങ്കര ഫ്രീ ആയിട്ടാണ്. ഞാൻ എൻ്റെ മക്കളോട് അടികൂടാറുണ്ട്, ഞാൻ എൻ്റെ മക്കളോട് കാര്യം പറയാറുണ്ട്, ഭയങ്കരമായിട്ട് വരട്ടാറുണ്ട്, ചീത്ത പറയാറുണ്ട്, അവരെന്നെ തിരിച്ചു വഴക്കാറുണ്ട്, എന്നെ ഉപദ്രവിക്കാറുണ്ട്, നുള്ളാറുണ്ട്, കടിക്കാറുണ്ട്, അടിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ഒരു കവിത എല്ലാം പറയുമ്പോൾ ഒരു കവിത ചൊല്ലി കൊടുക്കാറുണ്ട്. ഞാൻ ഇന്ന പുസ്തകം വായിക്കും, മക്കളെ മോളെ എന്ന് പറയും, മോള് വായിക്കും ഒരു വിധം വായിക്കാറുണ്ട്. എല്ലാം ദേഷ്യപ്പെടാനുള്ളത് നമ്മൾ സാധാരണ മനുഷ്യരില്ലേ, അങ്ങനെയുള്ളൂ. എൻ്റെ സുഹൃത്തുക്കളെ പോലെ എന്നെ കാണും. ഭയങ്കരമായിട്ട് ദേഷ്യം വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. അങ്ങനെ തന്നെയാണ്. മക്കൾക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാറുണ്ടോ? ഉപദേശം മര്യാദയ്ക്ക് നന്നായിട്ട് ജീവിക്കുക, ആരുടെ മുമ്പിലും വായി നോക്കിയാകരുത് എന്ന് മാത്രമേ പറയുള്ളൂ. പറ്റാത്തിടത്ത് പോകരുത്, പറ്റുന്നിടത്ത് ചെല്ലുക, അവിടെ മിടുക്കനാവും നോക്ക്, തോറ്റു കൊടുക്കരുത്, മണ്ടനാകരുത് ജീവിതത്തിൽ എന്ന് പറയാറുണ്ട്. നിങ്ങളെ പോലീസ് ഡോക്ടറാവണോ, നിങ്ങൾ എഞ്ചിനീയർ ആവണോ എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ തോറ്റു പോകരുത്, തോക്കുന്നവരടുത്ത് പോകരുത്, ജയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് അറിയില്ലാത്തടത്തേക്ക് പോകരുത്, അറിയിക്കുന്നില്ലാത്തടത്ത് പോയി എന്നിട്ട് മണ്ടത്തരം പറയാൻ നിൽക്കാതിരിക്കുക. അപ്പം മണ്ടത്തരം പറയാതിരിക്കാൻ വായിക്കണം. എല്ലാവരുടെയും മക്കളോട് പറയാൻ ഏറ്റവും വലിയ കാര്യം എന്തെങ്കിലുമൊക്കെ വായിക്കണം. ഒരു ദിവസം ഒരു പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ 2 പേജ് വായിക്കുമ്പോൾ ഒരു അറിവ് കിട്ടും. നമുക്ക് ആളോട് സംസാരിക്കാൻ പറ്റും. 4 പേര് കൂടി നിൽക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞാൽ ഈ ഭാഷ വരുന്നത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ ഭാഷ കിട്ടുന്നതുകൊണ്ടാണ്. ഇപ്പോൾ അത്യാവശ്യം കേരള പൊളിറ്റിക്സിനെ കുറിച്ച് പറയാൻ പറഞ്ഞ് ഞാൻ ആരുടെയെങ്കിലും മുമ്പ് സംസാരിക്കും പറയും. അത്യാവശ്യം സാഹിത്യത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും. കവിതകളെക്കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും. അത്യാവശ്യം അങ്ങനെയുള്ള സ്പോർട്സിനെ കുറിച്ച് പറഞ്ഞാൽ അത്യാവശ്യം ഞാൻ പറയും. അപ്പോൾ അത് വായനയുള്ളതുകൊണ്ടാണ്, കാണുന്നതുകൊണ്ടാണ് ഒക്കെയാണ്.
ഓക്കെ. അച്ഛൻ ചേട്ടൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനാണ് എനിക്കിത് പറഞ്ഞു തന്നത്. തന്ന ഉപദേശം ഇതാണ്. ഉപദേശമല്ല, അച്ഛൻ ഇങ്ങനെ ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കള്ളുപിടിക്കുമായിരുന്നു, ഞാനും എൻ്റെ അച്ഛനുമായിട്ട്. എൻ്റെ മോൻ കള്ളുപിടിക്കാൻ ഇപ്പം ഞാൻ കള്ളുപിടിക്കില്ല കേട്ടോ, 6-7 വർഷമായിട്ട് കള്ളുപിടിക്കില്ല, കള്ളുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കള്ളുപിടിക്കുന്നപ്പോൾ അവന് മോൻ കൊച്ചായിരുന്നപ്പോൾ, അതായത് 6 വർഷം മുമ്പ് അവന് 10-15 വയസ്സുള്ളപ്പോൾ ഞാനുണ്ട് കള്ളുപിടിക്കുന്നു തുടങ്ങി, എന്നോട് കുടിക്കാമെന്ന് ഞാൻ കുടിക്കില്ല, കള്ളുപിടിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ നിർബന്ധിക്കാറില്ല. എൻ്റെ അച്ഛനോട് കള്ളുപിടിക്കുന്നു എന്ന് ചോദിച്ചു, 10 പിടി കുറച്ച് ഉണം കഴിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചു. ഞാൻ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് 30 വയസ്സ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കള്ളുപിടിക്കുമായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പുസ്തകം വായിക്കുമായിരുന്നു, ഇന്ന പുസ്തകം വായിക്കണമെന്ന് പറയുമായിരുന്നു. ഭയങ്കരമായിട്ട് എന്നെ ചീത്ത പറയുമായിരുന്നു. രസകരമായി രാത്രികാലങ്ങളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു കഥ പറഞ്ഞു തരുമായിരുന്നു. അച്ഛനാണ് പണ്ട് വായിച്ചത് എന്നോട്. ഇപ്പോഴൊന്നുമല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ഒരാൾ എവിടെ പോകുന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കൂടാ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നൊരാളോട് ചോദിക്കും. എങ്ങനെ ചോദിക്കും? ഒരു സായിപ്പ് വന്നിരിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്ന്, വേർ ഡു യു കം ഫ്രം, അതൊക്കെ പണ്ട് അങ്ങനെയൊന്നും ചോദിക്കില്ല. യു ബിലോങ്സ് ടു എന്ന് ചോദിച്ചാൽ മതി. ഇങ്ങനെ രാത്രികളിൽ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ ഒരാൾ താമസിക്കുന്നു, താൽക്കാലികമായിട്ട് നമ്മൾ ഹോട്ടലിൽ താമസിക്കുന്നു, അല്ല നിങ്ങളെവിടെ താമസിക്കുന്നു എന്ന് ചോദിക്കാൻ പെട്ടെന്ന് വേറെ യു ഹാങ്ങിങ് എന്ന് ചോദിച്ചാൽ മതി. നീ തൂങ്ങുന്നത് എവിടെയെന്നല്ല അർത്ഥം, താൽക്കാലികമായി താമസിക്കുന്നത് എവിടെയെന്നാണ്. ഇങ്ങനെ ഓരോ ദിവസം ഓരോ അറിവാണ്. എൻ്റെ അച്ഛനായിരുന്നു. ഒത്തിരി ചീത്ത പറഞ്ഞിട്ടുണ്ട്. വായി നോക്കി എന്ന് പറഞ്ഞ ആൾക്കാരെ മുമ്പിട്ട് കളിയാക്കിയിട്ടുണ്ട്. ഒരു അറിയാത്ത വായി നോക്കി എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തിരിച്ചു പോകാൻ പറയും, അങ്ങനെയല്ല, നീ അത് വായിക്കാത്തതുകൊണ്ടാണ് ഞാനത് പറയുന്നത്, ചെയ്യണം, അറിഞ്ഞു പോകാത്ത മണ്ടനായി നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം തോന്നിയിട്ട് അച്ഛനോട് അനുഭവത്തിൽ ഒക്കെ നമ്മളങ്ങനെ ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നില്ലേ? അങ്ങനെ വിഷമം കൊണ്ട് ഉള്ളിൽ ഇപ്പോഴും അച്ഛനില്ലല്ലോ എന്ന് തോന്നാറുണ്ട്. വൈഫിൻ്റെ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മെൻ്റൽ കപ്പാസിറ്റി ഉള്ളൊരു വൈഫല്ല, നല്ലൊരു വൈഫാണ്, സ്നേഹം മാത്രമുള്ളൊരു വൈഫാണ്. വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്, പഠിക്കാൻ പഠിക്കുകയായിരുന്നു, എന്നിട്ട് ജോലിക്കൊന്നും പോകാത്ത വൈഫാണ്. വീട്ടിൽ ഒത്തിരി ജോലി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയാം, അവർക്ക് ഒരുപാട് ജോലിയുണ്ട്. രാവിലെ നേരം പുറന്നാൽ രാത്രി വരെ അവർക്ക് ജോലിയാണ്. ജോലിയില്ല എന്ന് പറയില്ലോ ചിലർ. അങ്ങനത്തെ വൈഫാണ്. അപ്പോൾ അവർക്ക് എൻ്റെ ഓരോ കാര്യങ്ങളിലും അവൾ സപ്പോർട്ടാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ അവളെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഉപദേശങ്ങളെന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന അങ്ങനെ വലിയ പ്രഹസനങ്ങൾ കാണിക്കുന്ന വൈഫും ഭർത്താവൊന്നുമില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ ഒരു കാര്യങ്ങൾ പോലും ഇതുവരെ മേശപ്പുറത്ത് ഫോൺ ഇട്ടിട്ട് പോകാൻ കഴിയുന്ന ഒരു ഭാര്യയും ഭർത്താവും ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ മാത്രമാണ്. എൻ്റെ ഫോണിൽ ലോക്ക് അറിയാവുന്ന, എൻ്റെ വീട്ടിൽ ഇട്ടിട്ട് 5 ദിവസം 6 ദിവസം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലാൻ പറ്റുന്ന ഒരേ ഒരാൾ ഞാനാണെന്ന് വിശ്വസിക്കുന്നു. അവളും അതുപോലെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇൻസ്റ്റാഗ്രാമില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മറ്റതില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നുമില്ല. ഞാനിപ്പോൾ നിങ്ങളെ കയ്യിൽ വേണോ എനിക്ക് തന്നിട്ട് പോകാം. ലോക്ക് എല്ലാവർക്കും, എൻ്റെ സെറ്റിലുള്ള എല്ലാവർക്കും എൻ്റെ ഫോണിൻ്റെ ലോക്ക് അറിയാം. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. എനിക്ക് ആരെ മുമ്പിൽ വിളിക്കേണ്ടതില്ല. അയ്യോ അത് അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല എനിക്ക്. അത് വലിയൊരു പോയിന്റ്. പാർട്ട്നേഴ്സ് തമ്മിലായതുകൊണ്ട് ഞാൻ ആരെങ്കിലും വേണം കൊടുക്കാം. ഞാൻ പറഞ്ഞാൽ അവൾക്ക് അവളുടെ കയ്യിൽ വേണമെങ്കിലും കൊടുക്കാം. പാർട്ട്നേഴ്സ് ആയതുകൊണ്ടല്ല പറഞ്ഞത്, അവളുടെ കയ്യിൽ വേണം. ഒളിക്കാനില്ല എനിക്കൊന്നും, എൻ്റെ ജീവിതത്തിൽ ഒളിക്കാനില്ല എനിക്കൊന്നും. അവിടെയാണ് നമ്മൾ ഭയം തുടങ്ങുന്നത്, അവിടെയാണ് നമ്മൾ പേഴ്സണാലിറ്റി നഷ്ടപ്പെടുന്നത്. എവിടെ നമ്മൾ ആരെങ്കിലും മുമ്പിൽ എന്തെങ്കിലും ഒളിക്കാനുണ്ടോ അവൻ്റെ പേഴ്സണാലിറ്റി നഷ്ടപ്പെടും. എവിടെ നമ്മൾ ടാഗോറിൻ്റെ ഒരു വലിയ വരികൾ എനിക്ക് ഓർമ്മ വരുന്നത് പെട്ടെന്ന് വേറെ, ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ, ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. എവിടെ നിർഭയമാകുന്നു മാനസം അവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം എന്നാണ്. എവിടെയാണോ നമ്മുടെ മനസ്സ് ഭയമില്ലാതെ, എവിടെയാണോ മനസ്സിലൊരു ഭയമില്ലാതെ നിൽക്കുന്നത്, അവിടെ നമ്മുടെ ശിരസ് ഉയർന്നു നിൽക്കും. ഇങ്ങനെ തന്നെ നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുനിയും അങ്ങോട്ട് നോക്കും. അല്ല ഇത് അത് എന്നുള്ള വാക്കുകൾ ഒരുപാട് വരും. നമുക്കത് ഇതില്ല, സ്ട്രൈറ്റ് ആൻസർ, അങ്ങനെ കളവില്ല. ഞാൻ 2 കമന്റ്സ് വായിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് സാധാരണ സീരിയൽ കാണുന്ന പ്രേക്ഷകരിട്ട ഞാൻ എന്നിട്ട് വീണ്ടും എടുത്തിട്ട് നിങ്ങളൊരു വളരെ മോശമായിട്ട് അഭിനയിക്കുന്ന ഒരാളിനെ പറ ഒരു സീരിയലിൽ. അപ്പം ഞാൻ അയാളുടെ കമൻറ്റും കാണിച്ചു, അയാൾ നന്നായിട്ട് അഭിനയിക്കുന്നു എന്ന് എനിക്കുണ്ട് 100 കമൻറ്റ് ഞാൻ കാണിച്ചു തരാം. സത്യം ഞാൻ കാണിച്ചു തരാം. ഏത് സീരിയൽ എടുത്തിട്ട് നിങ്ങൾ കമൻറ്റ് നോക്ക്, ഒന്നും ചെയ്യാതെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ അങ്ങനെയാണോ ഇങ്ങനെ കമൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ഒന്നും കാണിച്ചു തരുമെന്ന് വെച്ചപ്പോൾ ഒരാൾ ഒട്ടും അഭിനയിക്കാത്ത ഒരാൾ, അയാളുടെ പേരൊന്നും ഞാൻ പറയില്ല, ഒന്നും അഭിനയിക്കില്ല. അപ്പോൾ പുള്ളിയെക്കുറിച്ച് എഴുതിക്കും, ഓഹ് എന്തോ ഒരു ആക്ടിങ് ആണ്, വല്ലാത്ത ആക്ടിങ് ആണ് എന്നെഴുതിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ നമ്മളതിലൊന്നും വിശ്വസിക്കേണ്ട, അതൊക്കെ ചുമ്മാ ഇങ്ങനെ ആൾക്കാരെ പ്രശംസിക്കുന്നതൊന്നും എന്തിനാ പ്രശംസിക്കാൻ പറ്റില്ല, കള്ളമല്ലേ. ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ എന്നെ പോലെ എല്ലാവരെയും ഇവർ പറയുന്നുണ്ട്. അത് ഈ സീരിയൽ കുറച്ച് റീച്ച് ആയിരിക്കുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാരുടെ എണ്ണം കുറച്ച് കൂടുതലാണ്. ഇത് ഒറ്റ റീച്ചല്ല, ഒന്നും ഇഷ്ടമല്ലാത്ത ഇപ്പുറത്തും പറയുന്നുണ്ട്, കൊള്ളാമോ അതിമനോഹരമായി, ഓഹ് എന്തോ ഒരു അഭിനയമാണെന്ന് പറയാം. പക്ഷെ ചെയ്ത എല്ലാ സീരിയൽസിന്റെ ക്യാരക്ടർ എടുത്തു പറയുന്നുണ്ട്. ഗോവിന്ദൻകുട്ടീനെ കുറിച്ച് എല്ലാം കാണില്ലേ അവർ, എന്നെ കുറിച്ച് മാത്രമല്ല, ഇപ്പോൾ അടുത്ത അയാൾ അഭിനയിച്ച സീരിയൽസിന്റെ പേര് മുഴുവൻ ആൾക്കാർ പറയും. ഇതൊരു പ്രത്യേക വിങ്ങാണിത്. അപ്പോൾ അവരിതെല്ലാം കാണുന്നുണ്ട്. അവർ നമ്മളോടുള്ള സ്നേഹമാണ്, എന്നോട് മാത്രമല്ല, അവർക്ക് എല്ലാവരോടും സ്നേഹമാണ്. അവർ ഈ ക്യാരക്ടേഴ്സിനെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർ ആ ക്യാരക്ടേഴ്സിൽ നിങ്ങൾ പറഞ്ഞ സ്റ്റിക്ക് ഓൺ ചെയ്യും, അത് കഴിയുന്നതുവരെ. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കാമോ നമ്മൾ? അങ്ങനെയാണ് സത്യം. അല്ലാതെ ഇപ്പോൾ കിഷോർ എന്ന് പറയുന്ന ആൾ ഭയങ്കര സംഭവമാണെന്ന് നല്ലവരാരെയും നമുക്കത് സന്തോഷമായിരിക്കാം, നമുക്കൊരു മോശമായിട്ടല്ലല്ലോ. പക്ഷെ നമ്മളതിലൊരു അയ്യോ അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് കണ്ടില്ലേ നാട്ടുകാരെ മുഴുവൻ എന്ന് വിചാരിച്ചാൽ പോയി. അങ്ങനെ ഒന്നും വിചാരിക്കരുത്.
ഒന്നും അല്ലാതെ വിചാരിക്കുക. നമ്മളെക്കാരും മെഡിക്കൽ എത്ര പേരുണ്ടെന്നറിയോ നമ്മളെക്കാരും മെഡിക്കൽ. എപ്പോഴും ഞാൻ ആശ്വസിക്കുന്ന എപ്പോഴും കണ്ണിൻ്റെ കാഴ്ച എപ്പോൾ വേണം നഷ്ടപ്പെടാം. ഇത് വലുതായിട്ട് കാഴ്ചയുടെ നെർവിലേക്കാണ് തട്ടി വരുന്നത് ഈ സിസ്റ്റം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോഴും സാർ ഇങ്ങനെ കുറച്ച് വലുതായിട്ടുണ്ട്, അപ്പോൾ എപ്പോൾ വേണോ കാഴ്ച മങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടി വരിക, കണ്ണ് കെട്ടുക, പെട്ടെന്ന് ഓടി വരിക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങനെ വിഷമിക്കുമ്പോൾ ഞാനിവിടെ നോക്കുമ്പോൾ 10, 12, 18 വയസ്സ് ശ്രീചിത്രയിലാണ് ഇതിൻ്റെ ഇത് കാണിക്കുന്നത്. എന്നെക്കാളും കുഞ്ഞു കുട്ടികൾ അല്ലെങ്കിൽ നല്ല മിടുക്കന്മാർ എന്നെക്കാളും വയ്യാതെ വലിഞ്ഞു ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളതിനേക്കാൾ ബെറ്ററല്ലേ? അത്രയും ആലോചിച്ചാൽ മതി. നമുക്കൊരു 5 നില വീടുള്ളവനെ കാണുമ്പോഴത്തേക്ക് അസുഖം വന്നരുത്. നമ്മൾ ഒരു മാടക്കുടിയിൽ കിടക്കുന്ന ഒരാളിനെ നോക്കണം. അതിനേക്കാളും ബെറ്ററല്ലേ നമ്മൾ? ഈ 5 അങ്ങനെ വീട് വയ്ക്കണം, അങ്ങനെ വേണം, നമ്മൾ അതാണ്. എനിക്ക് ബെൻസില്ലല്ലോ, പക്ഷേ എനിക്കൊരു കാറില്ലേ, അതില്ലാത്തവനില്ലേ? അത്രയും ആലോചിച്ചാൽ മതി. അല്ല, കാഴ്ചനെ അഫക്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ അതാണ് ഈ രോഗത്തിൻ്റെ ഒരു സിംറ്റം ഇതാണ് വരുന്നത്. ഇത് വലുതായിട്ട് വന്നിട്ട് ഈ നെർവിൽ തട്ടും. അത് നെർവ് ഒന്നും കൂടെ പ്രസ്സാകുമ്പോൾ കാഴ്ച പോവും. സർജറി ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്ക് ലിവർ സിറോസിസ് ഉള്ളതുകൊണ്ട് സർജറി അവർ പെട്ടെന്ന് ചെയ്യില്ല. ഹെവി ഡയബറ്റീസ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഒരു രോഗത്തിൻ്റെ ഒരു നിര തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു രോഗം പറഞ്ഞാൽ അപ്പോൾ അതുപോലെ അവസ്ഥയാണതല്ല. അങ്ങനെ വരില്ലായിരിക്കാം, വരുമ്പോൾ നമുക്ക് നോക്കാം. സയൻസ് ഉണ്ടല്ലോ, എനിക്ക് സയൻസിൽ ഭയങ്കര വിശ്വാസമാണ്. ഞാനത് കേട്ടു, വിധിയേക്കാൾ ഞാൻ വിശ്വസിക്കുന്നത് ശാസ്ത്രത്തിനെയാണ്. ഞാനതിൽ എല്ലാവരും അതെ, പക്ഷേ അതിൻ്റെ ഒരു വിധിക്ക് ഇത് കൊടുക്കുന്നതാണ്. എൻ്റെ വിധി അങ്ങനെ ആയി പോയി, അങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്താറില്ലേ വിധിനെ? ആര്? ഞാൻ കുറ്റപ്പെടുത്താറില്ല. എന്നിട്ട് ഒരു ഉദാഹരണം പറഞ്ഞ ഒരു എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ അത് ഒരു ഉദാഹരണം പറഞ്ഞാൽ അപ്പോൾ ഞാൻ ആൻസർ തരാം. അല്ല, പബ്ലിക്കായിട്ട് എങ്ങനെയാ പറയാ? അല്ല, എന്തെങ്കിലും ഒരു വിധി, എന്തെല്ലോ ഉണ്ട് വിധികൾ. അത് എനിക്ക് കുറച്ച് നാൾ മുന്നേ ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ വഴിയാണ് ഞാൻ പോകേണ്ടിയിരുന്നത്. ഞാൻ ഈ ബ്ലോക്ക് എന്തായിരുന്നു അതിൻ്റെ റീസൺ എന്ന് ചിന്തിച്ചോ? അതിൻ്റെ റീസണാണ് ആ ബ്ലോക്ക്. അല്ല, നിങ്ങളുടെ വിധി കൊണ്ടല്ല നിങ്ങൾ അതുവഴി പോയത്. അവിടെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവഴി പോയാൽ പെട്ടെന്ന് അങ്ങോട്ട് എത്താം എന്ന് നിങ്ങൾ വിചാരിച്ചു. അത്രയേ ഉള്ളൂ എൻ്റെ റീസൺ. അല്ലാതെ വിധി എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. ആരുണ്ടാക്കണേ വിധി ഉണ്ടാക്കാൻ? ആരെങ്കിലും വേറെ നേരമില്ല. രാവിലെ ചോദിച്ചത് വിധി ഉണ്ടാക്കാൻ ഇവിടെ ആളിരിക്കുകയല്ലേ? എന്തോരം ആൾക്കാർ പറയാൻ, എന്തെല്ലോ ആൾക്കാരോട് ആരെല്ലാം ആൾക്കാർ എത്രയോ പേര് ആൾക്കാരെ കൊല്ലുന്നു, അതൊക്കെ ശരിയാണോ? എത്രയോ പേര് മോഷ്ടിക്കുന്നു, അതൊക്കെ ശരിയാണോ? അപ്പോൾ എത്രയോ പേര് വിധിയുണ്ടെന്ന് പറയുന്നു, അതൊക്കെ ശരിയാണോ? അപ്പൊ ഇനി മഴതോരും മുൻപേ തീർന്നില്ല ഇതുവരെ? ഇല്ല. എത്ര എപ്പിസോഡ് വരെ ഉണ്ടാകും? ഒന്നും അറിയില്ല, അവർക്കല്ലേ അറിയുള്ളൂ എത്ര എപ്പിസോഡ് ഉണ്ടാവുന്നു. ആ കഥ തീരുന്നവരെ പോകായിരിക്കും. അപ്പം നമ്മൾ അതിനനുസരിച്ച് നിൽക്കുക, ആടുക. അവർ തരുന്നതിനനുസരിച്ച് വേഷമാടുക, വേഷക്കാരൻ ആടുക, അല്ലാണ്ട് വേറെ ഒന്നും ചിന്തിക്കരുത്. തരുന്ന വേഷങ്ങൾ ആടുക, കിട്ടുന്ന കാശ് മേടിച്ച് വീട്ടിൽ പോവുക, കൊള്ളാമെന്ന് ആരെങ്കിലും പറയുമ്പോൾ സന്തോഷിക്കുക, മോശമെന്ന് പറയുമ്പോൾ വിഷമിക്കാതിരിക്കുക. ഇതൊക്കെ ഉള്ളൂ. ഇതൊക്കെ സിമ്പിളായിട്ട് ജീവിതത്തിനെ കാണുന്നില്ല. സിമ്പിളല്ല, വളരെ ഗൗരവമായിട്ട് ജീവിതത്തിനെ കാണണം. സിമ്പിളായിട്ട് ജീവിതത്തെ കാണരുത്, വളരെ ഗൗരവമായിട്ട് കാണണം. എങ്കിലേ നമ്മൾ മണ്ടനായി പോകും. സിമ്പിളായിട്ട് കാണരുത്, വളരെ ഗൗരവത്തിൽ ജീവിതത്തെ കാണണം. എങ്ങനെയാ അപ്പോൾ ഈ കവിതകളോടൊക്കെ ഇഷ്ടം തോന്നി? കവിത കുറിച്ചിലെ വായിക്കുമായിരുന്നു. അച്ഛൻ്റെ ഒരുപാട് കവികൾ അച്ഛൻ്റെ സുഹൃത്തുക്കളായിരുന്നു. വീട്ടിലവരുടെ സദസ്സുകളുണ്ടായിരുന്നു. കവിതകൾ ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മയെ ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്ന് പറയും, എൻ്റെ അമ്മ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റീസൺ പറഞ്ഞാൽ ഒന്നുമില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഈ കവിതകൾ ഇഷ്ടം. എനിക്കറിയില്ല, എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് എനിക്ക് കവിതകൾ ഇഷ്ടമാണ്. കേട്ട് ശീലിച്ചാണ് മാത്രമായിരിക്കില്ല, നമുക്ക് എവിടെയോ നമ്മളായിട്ട് ടച്ച് ആകുന്നുണ്ടായിരിക്കും. എവിടെയോ നമ്മൾ അതുമായിട്ട് എന്തോ അതിന് റീസൺ പറയാൻ എനിക്കറിയില്ല. ഇല്ലാന്നല്ല, കാണും, റീസൺ ഉണ്ട്. റീസൺ ഇല്ലാത്ത ഒരു റീസൺ ഇല്ലാത്ത ഒരു സംഭവങ്ങളും ഇല്ല. പക്ഷേ അത് നമ്മളത് ചിലത് പറയാൻ പറ്റില്ല. നമുക്കത് ആലോചിക്കില്ല എന്താ റീസൺ അല്ല, പറയാൻ പറ്റില്ല, നമുക്ക് അറിയാൻ പറ്റില്ല എന്താണ് റീസൺ. എന്തോ റീസൺ ഉണ്ടായിരിക്കും അതിന്, പക്ഷെ അത് നമുക്ക് അതിലേക്ക് ചകഞ്ഞു പോകണം. നമുക്ക് പനി വരുന്നു, എന്താ റീസൺ എന്ന് വെച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അറിയായിരിക്കും, നമ്മൾ ആ വെള്ളം മാറി കുളിച്ചിട്ടാണോ അല്ലെങ്കിൽ നമുക്ക് മറ്റേത് ചെയ്തിട്ടോ ഒക്കെ ആണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, പക്ഷേ റീസൺ ഉണ്ട്. ദർ ഈസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. പക്ഷെ നമുക്കത് എന്താണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കവിത. നിങ്ങൾക്ക് ഭയങ്കര മോശത്തരങ്ങളാണ് കവിതയിൽ. ഇപ്പോൾ ഒരു ഇതുമില്ലാതെ, മുന്നറിയിപ്പും ഇല്ലാതെ രണ്ടുപേരും ചൊല്ലാം. കവിത ചൊല്ലുമ്പോൾ വയലാർ കവിതകൾ ഇഷ്ടമാണ്, പക്ഷേ ഭയങ്കര നീളമാണ് വയലാർ കവിതകളൊക്കെ. അതിൻ്റെ കുറച്ച് രാവണപുത്രി പണ്ടങ്ങോ ചൊല്ലിപ്പോയി, ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ വരികൾ കിട്ടുന്നവരെ ചൊല്ലാം. രാവണപുത്രി എന്ന് പറയുന്ന കമ്പരാമായണം ബേസ് ചെയ്തിട്ട് എഴുതിയതാണ്. രാവണൻ മകളാണെന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ രാവണൻ വേദവതി എന്ന് പറയുന്ന ഒരു സ്ത്രീയിൽ കാട്ടുപെണ്ണിൽ ജനിച്ച മകളാണ് സീത. കമ്പരാമായണമാണ്, മറ്റേ വാത്മീകി ഇത് മകൾ രാവണൻ്റെ തന്നെയാണ്. പക്ഷേ ഇത് അറിഞ്ഞിട്ട് തന്നെ രാവണൻ കൊണ്ടുവന്നു എന്ന് കമ്പൻ്റെ ഒരു വെർഷനുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് വയലാർ രാവണപുത്രി എഴുതിയത്. രാവണൻ്റെ പുത്രിയാണ് സീത എന്നുള്ളത്. അതിൻ്റെ ആദ്യത്തെ കുറച്ച് വരികൾ. യുദ്ധം കഴിഞ്ഞു
കബന്ധങ്ങളുന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചുരണാങ്കണം രക്തമൊഴുകിത്തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ. ദുവിലീ സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ. ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റ് തളർന്ന ലങ്കേശ്വരൻ. കൃഷ്ണമണികൾ മറിയും മിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ. മൃത്യു പതുക്കെ പതുക്കെ ജീവാണുക്കൾ കൊത്തി വിഴുങ്ങും ശിരോമണ്ഡലങ്ങളിൽ. അപ്പോഴും രാവണന് ഉള്ളിലൊരന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി. അങ്ങനെ സീത ജനിച്ചു. സീതയെ പെറ്റു വീണപ്പോഴേ തന്മണിക്കുഞ്ഞിനെ പെട്ടിയിലാക്കി ഒഴുക്കി ജലധിയിൽ. തൻ്റെ മനസ്സിൻ്റെ തിരകളിൽ പൊങ്ങിയും തങ്ങിയും ആ പൈതലെങ്ങോ മറഞ്ഞുപോയി. പ്രാണഭയവും പിതൃത്വവും ജീവിത വീണ വലിച്ചു പൊട്ടിച്ച നാൾ. എന്തോരന്തർദാഹം, എന്തോരാത്മവേദന, എന്തായിരുന്നു മനസ്സിലാ സംഭവം. അങ്ങനെ രാവണൻ പിന്നീട് നാരദൻ എപ്പോഴും പറയുമ്പോഴാണ് മകളെക്കുറിച്ച് അറിയുന്നത്. മകളിങ്ങനെ ജനകൻ്റെ മകളായി വളരുന്നു എന്നറിഞ്ഞതും തട്ടിക്കൊണ്ടുവന്നതൊക്കെ എന്ന് കമ്പരാമായണം പറയുന്നു. നീണ്ട കവിതയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അറിയാം ഭയങ്കര തിരക്കാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു തിരക്കില്ല. ഇന്ന് കഴിഞ്ഞ് തിരക്കില്ല. ഞാൻ ഇന്നലെ വീട്ടിലോട്ട് പോയതേ ഉള്ളൂ. ഞാനിതൊക്കെ കൂടെ കൂട്ടി വന്നതാ. ഒരു തിരക്കില്ല. എനിക്ക് ആ പടം ഈ സീരിയലിൽ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ. തിരക്കേ ഇല്ല. ഡബ് ചെയ്യണം. ഇന്നിപ്പോൾ നാളത്തെ എപ്പിസോഡ് ഡബ് ചെയ്യണം എന്നുള്ള എൻ്റെ തിരക്കല്ല. അവർക്ക് ഡബ് ചെയ്തില്ലെങ്കിൽ നാളത്തെ എപ്പിസോഡ് പോകില്ല. അതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് തിരക്കില്ല. ഞാൻ വീട്ടിലേക്ക് പോകും. 8-ാം തീയതി വരെ വീട്ടിൽ എനിക്ക് കുത്തിയിരിപ്പാണ്. എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വലിയ ഇഷ്ടങ്ങളല്ല. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. 8-ാം തീയതി വീണ്ടും ഇവിടെ ഷൂട്ടിംഗ് തുടങ്ങും. വീണ്ടും വരും. അപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക? ഒഴിവ് ചില പിള്ളേരോട് തല്ലു പിടിക്കും. അവിടെ ഇരിക്കും. കിടക്കും. വയ്യായിരിക്കും. കാലൊക്കെ നീരാവും. നാളെ ചെല്ലുമ്പോൾ നീരാവും. പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റിലും കാര്യങ്ങളായിട്ട് 5 ദിവസം കൊണ്ടെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ആയിട്ട് അങ്ങനെ മരുന്നുകളും കാര്യങ്ങളും ഒരു ഡോക്ടറെ കാണാൻ പോകണമെന്നുള്ളത് മടിക്കും. അവിടെ ചെല്ലുമ്പോൾ പിടിച്ച് അഡ്മിറ്റ് ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ 2 മാസമായിട്ട് പോകുന്നുമില്ല. അങ്ങനെ പോകുന്നു. അതുകൊണ്ട് തിരക്കുണ്ടെന്നൊന്നും പറയരുത്. തിരക്കേ ഇല്ല. തിരക്കുള്ള സമയത്ത് തിരക്ക് വരുന്നതാണ്. ഇപ്പോൾ ഞാൻ തിരക്കിവിടെ പോകണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം നാളത്തെ എപ്പിസോഡ് ഉള്ളതുകൊണ്ട് മാത്രം. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. വലിയ സന്തോഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ, നിങ്ങളോട് കുറച്ച് നേരം ഇങ്ങനെ ചെറുവിളാന്ന് വർത്തമാനം പറയാൻ കഴിഞ്ഞതിൽ. അപ്പോൾ മിടിക്കായിരിക്കട്ടെ. മനസ്സിൽ ഓർമ്മ വയ്ക്കുക, വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ, അതായത് ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. എവിടെ മനസ്സിലെവിടെയാണോ കള്ളമില്ലാതെ, മനസ്സിലെവിടെയാണോ ഭയമില്ലാതെ നിൽക്കുന്നത്, അവിടെ ശിരസ് ഉയർന്നിരിക്കട്ടെ, മിടിക്കായിരിക്കട്ടെ. അല്ലാതെ കൊച്ചു കൊച്ചു കള്ളത്തരങ്ങൾ വരുമ്പോൾ മനസ്സ്, കള്ളത്തരം വരുമ്പോൾ ശിരസ് താണു പോകും. അങ്ങനെ അല്ലാതിരിക്കട്ടെ. ആയുരാരോഗ്യ സൗഖ്യത്തോടും കൂടി ആയുരാരോഗ്യ സൗഖ്യമൊക്കെ ഉണ്ടാവട്ടെ. താങ്ക് യു.